കെ ബാലിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നിയമ നടപടിക്ക്. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കെ ബാലിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നടപടി. കെ ബാലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അറിയിച്ചു. അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, ഏത് സാഹചര്യത്തിലാണ് നിയമ നടപടിക്കൊരുങ്ങുന്നത്? ഇന്ന് പാലക്കാട് വെച്ച് കെ ബാലൻ CPM നേതാവ് കെ ബാലൻ നടത്തിയ ഒരു മാധ്യമ ബൈറ്റിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ഗൂഢാലോചന നടത്തിയതിന്റെ ആരോപണം, ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിൽ ബാലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ ഒരു പരാമർശങ്ങൾ നടത്തിയത് തെളിയിക്കാൻ കെ ബാലിനെ വെല്ലുവിളിക്കുകയാണെന്നും ഷിഹാബ് പൂക്കോട്ടൂർ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുന്നുണ്ട്. ധ്രുവീകരണത്തിന്റെ പ്രചാരണ യുക്തി ആണ് CPM ഉപയോഗിക്കുന്നതെന്നും ഇത് കേരള സമൂഹം തള്ളിക്കളയുമെന്നും പറയുന്നുണ്ട്. നേരത്തെ UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്ത പ്രസ്താവനയും ശക്തമായി തന്നെ അവർ വിമർശിച്ചിരുന്നു. 2020 തെരഞ്ഞെടുപ്പ് കാലത്ത് CPM പ്രയോഗിച്ച അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി തിയറിയുടെ തുടർച്ചയാണ് ഇതെന്നും പറയുന്നുണ്ട്. എന്തായാലും വർഗീയ പരാമർശം നടത്തി ചേർത്ത് നിർത്താനും സ്വന്തം നിലയ്ക്ക് വർഗീയത ആളിക്കത്തിക്കാനുമാണ് CPMന്റെ പദ്ധതി കൂടി വിമർശിക്കുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടി അല്ലെങ്കിൽ കൂടാതെ നടത്തിയെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ആ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വർഗീയ കലാപം മാത്രമല്ല വർഗീയ പരാമർശം നടത്തിയും തെളിയിക്കണമെന്നുള്ള വെല്ലുവിളി കൂടി ജമാഅത്തെ ഇസ്ലാമി കെ ബാലിനെതിരെ നടത്തുന്നുണ്ട്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.